കളക്ടർ അവധി പ്രഖ്യാപിച്ച ഞാനപ്പോൾ തന്നെ കെട്ടും കിടക്കരുത് വീട്ടിൽ പോകട്ടോ. രാവിലെ തന്നെ ശുണ്ട് ഞങ്ങളെ വന്ന് വിളിച്ച് എഴുന്നേപ്പിക്കുന്ന രംഗമാണ് ഈ കണ്ടത്. ഇവരുടെ സ്നേഹം കണ്ടിട്ട് നിങ്ങൾ നോക്കണ്ട, 10 മിനിറ്റ് കഴിയുമ്പോൾ ഇവറ്റങ്ങ് തല്ലി പിടിക്കും. ഈ പെങ്കൊച്ച് എന്താണ് ഈ ക്യാമറയും കൊണ്ട് കാണിക്കണം. അപ്പാപ്പൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് 3 ആളും കൂടി പുറത്ത് ടാറ്റ കൊണ്ടുപോകാൻ വേണ്ടി അപ്പാപ്പനെ സോപ്പിടുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും അമ്മയും റോസും കൂടി യൂട്യൂബിൽ കണ്ട പുതിയ പുതിയ പരീക്ഷണങ്ങൾ തകൃതിയായിട്ട് അവിടെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരിക്കും. വൈകുന്നേരം ആകുമ്പോൾ പ്രാർത്ഥന എത്തിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതായിട്ട് ഈ കാണുന്നത്. കുറച്ചധികം നേരം ഞങ്ങൾ ആലോചിക്കും പ്രാർത്ഥന എത്തിക്കണോ വേണ്ടയോ. പിന്നെ ഇവർ കുറച്ച് നേരം കളിക്കണതൊക്കെ കണ്ടിരുന്നു. അവസാനം ഞങ്ങൾ അതിഭക്തി നിർഭരമായിട്ടുള്ള ആ കുടുംബ പ്രാർത്ഥനയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണുമ്പോൾ ഇത് എല്ലാവരും വർത്താനം പറയാമെന്ന് തോന്നുമെങ്കിലും ഞങ്ങൾ ഭക്തിപൂർവ്വം പ്രാർത്ഥന എത്തിക്കുകയാണ്. ഈ കുഞ്ഞു വധൂരികൾ ഇവിടെ കിടന്ന് ഓടിക്കളിക്കുന്ന കാരണം കൊണ്ടാട്ടോ ഇത് പ്രാർത്ഥനയാണെന്ന് നിങ്ങൾക്ക് തോന്നാത്തത്. ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുന്നത് ഇവിടെ വീട്ടിൽ അപ്പയുടെയും അമ്മയുടെയും റോസുവിൻ്റെ പിള്ളേരുടെയൊക്കെ കൂടെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വന്ന് വിശേഷങ്ങൾ പറയാനായിട്ട്. ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടാവും. ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് കുറേ നേരം ഇരിക്കും കേട്ടോ. പ്രാർത്ഥനയുടെ ഇടയിൽ ഇന്ന് നെച്ചുക്കുട്ട പിണങ്ങിയിരുന്ന കാരണമാണ് നെച്ചുക്കുട്ട അവിടെ നനങ്ങാത്ത. അല്ലാന്നുണ്ടെങ്കിൽ നെച്ചും ഇതിൻ്റെ ഇടയിൽ കിടന്ന് ഓടിക്കളിച്ചേനെ. ഇന്ന് ശുണ്ടും കുട്ടനും കേട്ടോ സ്കോർ ചെയ്തത്. ഇവർ രണ്ടുപേരും കൂടി കുറുമ്പും കാണിച്ച് ഓടി നടക്കണമായിരുന്നു. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നു പിള്ളേരുടെ കളിയൊക്കെ കളിച്ചത്. ഈ പെങ്കൊച്ച് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാനായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആട്ടോ. അതുകൊണ്ട് തന്നെ തിരിച്ച് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാറുണ്ട്. ഇവൾ ഭയങ്കര രസമാണ്. വലിയ മേന്ന് വിളിച്ചിങ്ങനെ പുറകെ നടക്കുമ്പോഴത്തേക്കും ഭയങ്കര അടിപൊളിയാണ്. നെച്ചും ശുണ്ടുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് തല്ലി പിടിക്കും. പക്ഷെ അവർ ഭയങ്കര സ്നേഹമാണ്. ഇത് ഞായറാഴ്ച രാവിലെ കുട്ടനെ കാറ്ററിസത്തിന് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 ആളും കൂടി ഇറങ്ങണതാട്ടോ കാണണേ. കുട്ടനേക്കാളും മുന്നേ ശുണ്ടു നെച്ചു കുട്ടന് റെഡി ആയിരുന്നു. അപ്പോൾ അപ്പയുടെ കൂടെ 2 വീലർമൊക്കെ ഇറങ്ങിയെടുക്കാൻ 3 ആൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവനെ ഒന്ന് കാറ്ററിസത്തിന് കൊണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സന്നാഹമാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളുമാർ ഞാൻ പറഞ്ഞില്ല അമ്മാമ്മയുടെ ഫോണിന് വേണ്ടി ഇവളുമാർ രണ്ടും കൂടി എപ്പോഴും തല്ലി പിടിക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇവരുടെ ഒച്ചയും ബഹളമൊന്നും കേട്ടില്ലെങ്കിൽ വിചാരിച്ചോ 3 ആളുടെ കയ്യിലും ഫോണുണ്ടാവും. 3 ആളും ഫോണും നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ വീട്ടിൽ ഭയങ്കര ശാന്തി സമാധാനമാണ്. വലിയൊരു മഴ പെയ്തിറങ്ങിയ അവസ്ഥയാണ്. എൻ്റെ മോളിൽ കിടന്ന് കരയണത് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ടാട്ടോ. കല്യാണം കഴിഞ്ഞപ്പോൾ പിള്ളേർ വീട്ടിൽ വന്നിട്ട് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ കരയൂലേ, അതേ സെയിം കണ്ണീരാണ് നെച്ചുവിന് വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ. കുറേ നേരം ശുണ്ടുവിനും കുട്ടനൊക്കെ മാറി മാറി ഉമ്മ കൊടുക്കും. എപ്പോഴും ഞാൻ എവിടെ പോകാൻ ഇറങ്ങിയാലും എന്തെങ്കിലുമൊക്കെ എടുക്കാൻ മറക്കും. എന്നിട്ട് പിന്നെ രണ്ടാമത് അകത്ത് പോയി അത് എടുത്തിട്ട് വരും കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യത്തെ അവധി കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഭയങ്കര സങ്കടം കേട്ടോ. എനിക്കിങ്ങനെ എൻ്റെ അപ്പയുടെ അമ്മയുടെ കൂടി ഇരിക്കാൻ തന്നെയാണ് ഇഷ്ടം. പക്ഷെ നമുക്ക് നമ്മുടെ കടമകൾ മറക്കാൻ പറ്റില്ലല്ലോ.